ഹലോ, ഇനി നമുക്കൊരു നല്ല നാടൻ സവാള ബജി ഉണ്ടാക്കിയല്ലോ. നമ്മുടെ ചായക്കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കായിട്ടുള്ള സവാള ബജിയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അതിനായി ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു സവാള ചെറുതായി കൊത്തി നുറുക്കിയിടാം. അതിനുശേഷം അതിലേക്ക് ഒരു പച്ചമുളക് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിടാം. ഇനി ഇതിൽ ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ സോഡാപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ടാണ് അതിട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ നമുക്ക് തിരുമ്മാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇതധികം ലൂസും ആവരുത്, എന്നാലും അധികം കട്ടിയും ആവരുത്. ആ ഒരു പരുവത്തിന് വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ വിട്ടു പോണ പോലെ കുഴച്ചെടുക്കണം. അതിനുശേഷം ഇതൊരു 1.5 മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം പൊങ്ങാനായിട്ട്. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് ഓരോ ഉരുളകളാക്കി നടുക്ക് നമുക്ക് ഹോൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ കയ്യിൽ ഈ മാവ് എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കൈ ഒന്ന് നനച്ചിട്ട് വേണം ഓരോ ഉരുളകളാക്കുക. എന്നിട്ട് നടുക്ക് ഓരോ ഹോളാക്കിയിട്ട് നമുക്ക് ആ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പം നമ്മുടെ സവാള ബജി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.